തുർക്കിയുടെ സകല അഹങ്കാരവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ അങ്ങ് തീർത്തു കൊടുക്കുകയായിരുന്നു. അതായത് ഇന്ത്യയുടെ മുട്ടാനെത്തിയ പാകിസ്ഥാനെ ഡ്രോണുകൾ നൽകി സഹായിച്ചത് തുർക്കിയായിരുന്നു. ഒരു ഡ്രോൺ സൂപ്പർ പവറായി അറിയപ്പെട്ട രാജ്യമെന്ന അഹങ്കാരം തുർക്കിക്കുണ്ടായിരുന്നു. അതിനുള്ള തക്ക മറുപടിയാണ് ഇന്ത്യ നൽകിയത്. തുർക്കിയെ നാണം കെടുത്തുകയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ നാളുകളിൽ ഇന്ത്യ. പാകിസ്ഥാനു വേണ്ടി ഇന്ത്യയിലേക്ക് പറന്നെത്തിയ എല്ലാ തുർക്കി ഡ്രോണുകളെയും ഇന്ത്യ തകർത്തിട്ടിരുന്നു. ഇതോടെ പാകിസ്ഥാന് മുമ്പിൽ എർദോഗാൻ യുദ്ധവീരൻ എന്ന പരിവേഷം നഷ്ടമായി. തുർക്കിയുടെ ബെയ്രക്തർ TB2, ബൈക്കർ ഇഹ-3 എന്നീ ഡ്രോണുകൾ ഇന്ത്യ പരാജയപ്പെടുത്തിയ രീതി തുർക്കിയുടെ ഡ്രോൺ സാങ്കേതിക വിദ്യ ദുർബലമാണെന്നും ലോകത്തിന്റെ മുന്നിൽ തുറന്നുകാട്ടി. ഇതോടെ ഈ ഡ്രോണുകൾ വാങ്ങിയ രാജ്യങ്ങൾ പുതിയ ഓർഡറുകൾ നൽകണോ എന്ന ആശങ്കയിലായി. ഒരു ബൈരക്തർ TB2 ഡ്രോണിന്റെ വില 43 കോടി രൂപ വരും. എത്ര പണമാണ് തുർക്കി പാകിസ്ഥാന് വരുത്തിവെച്ച നഷ്ടമെന്ന കാര്യം ആലോചിച്ചു നോക്കണം. ഇന്ത്യയുടെ ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനവും DRDO വികസിപ്പിച്ച ആന്റി ഡ്രോൺ D4 സംവിധാനവുമാണ് തുർക്കിയുടെ ഡ്രോണുകളെ വെടിവെച്ച് വീഴ്ത്തിയത്. 1980 വികസിപ്പിച്ചതാണ് ആകാശ്. DRDO, ഭാരത് ഡൈനാമിക്സ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നിവ ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ചെടുത്തവയാണ് ഇവ. ഒരു മീഡിയം റേഞ്ചുള്ള ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് തൊടുക്കുന്ന പ്രതിരോധ മിസൈൽ സംവിധാനമാണ് ആകാശ്. ശത്രുവിന്റെ ഡ്രോണുകൾ, വിമാനങ്ങൾ, മിസൈലുകൾ എന്നിവയിൽ നിന്നും ഇന്ത്യയുടെ ആക്രമണ സാധ്യതയുള്ള ഇടങ്ങളെ സംരക്ഷിക്കുകയാണ് ആകാശിന്റെ ദൗത്യം. 4.5 കിലോമീറ്റർ മുതൽ 25 കിലോമീറ്റർ വരെ ദൂരത്തിൽ ആകാശ് മിസൈലുകൾക്ക് സഞ്ചരിക്കാനാകും. ഇതിന്റെ തത്സമയ മൾട്ടി സെന്റർ ഡേറ്റ പ്രോസസ്സിംഗ് അനുസരിച്ച് പാഞ്ഞു വരുന്ന ശത്രു ഡ്രോണുകളെ എത്ര എണ്ണത്തിന്റെ വേണമെന്നും ഒരേ സമയം അടിച്ചിടാൻ ആകാശിന് സാധിക്കും. 12 ഡ്രോണുകളെ വരെ ഒരേ സമയം അടിച്ചിടുവാനും 64 ഡ്രോണുകളെ ട്രാക്ക് ചെയ്യുവാനും ആകാശിന് സാധിക്കും. ആകാശിന്റെ പ്രശസ്തി വിദേശ രാജ്യങ്ങളിലും പ്രചരിക്കുകയാണ്. 2022 ഇന്ത്യ അർമേനിയയ്ക്കും 15 ആകാശ് മിസൈൽ സംവിധാനം നൽകിയത് 6000 കോടി രൂപയ്ക്കാണ്. തുർക്കി ഡ്രോണായ ബെയ്രക്തർ TB2-നെ അടിച്ചിട്ട മറ്റൊരു സംവിധാനം ഇന്ത്യയുടെ ആന്റി ഡ്രോൺ സംവിധാനമായ D4 സംവിധാനമാണ്. 4 Dകളാണ് ഇതിന്റെ സവിശേഷത. ഡ്രോണുകളെ ആദ്യം ഡിറ്റക്റ്റ് ചെയ്യും, പിന്നീട് ഡിറ്റർ ചെയ്യും, അത് കഴിഞ്ഞ് ഡിസ്ട്രോയ് ചെയ്യുക. DRDO വികസിപ്പിച്ച ഈ ആന്റി ഡ്രോൺ D4 സംവിധാനം നിർമ്മിക്കുന്ന ഭാരത് ഡൈനാമിക് ആണ്. ഡ്രോണുകളുടെ ഫ്രീക്വൻസി തിരിച്ചറിഞ്ഞ് അതിനെ നിർവീര്യമാക്കുന്ന ജാമിംഗ് സംവിധാനം ഇതിലുണ്ട്. ലേസർ നയിക്കുന്ന എഞ്ചിൻ ആയുധങ്ങൾ ഡ്രോണുകളുടെ ചില ഭാഗങ്ങളെ ഉരുക്കിക്കളയുന്നതോടെ ഡ്രോൺ നിലംപൊത്തും. തുർക്കി അവരുടെ ബെയ്രക്തർ TB2 ഉൾപ്പെടെയുള്ള ഡ്രോണുകൾ ഉക്രൈനും അസർബൈജാനും വിറ്റിട്ടുണ്ട്. ഇന്ത്യയുടെ അയൽ രാജ്യമായ മാലിദ്വീപ്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവ ഈ ബൈരക്തർ TB2 ഡ്രോൺ വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ രാജ്യങ്ങൾക്കെല്ലാം ബൈരക്തർ TB2 എന്ന ഡ്രോണിലെ വിശ്വാസം നഷ്ടമായി. ഇത് തുർക്കിയുടെ കോടികളുടെ ബിസിനസിനെ ബാധിക്കും. പകരം ഇന്ത്യയുടെ ആകാശ് മിസൈൽ സംവിധാനവും ആന്റി ഡ്രോൺ D4 സംവിധാനവും വാങ്ങാൻ നിരവധി രാജ്യങ്ങളാണ് മുന്നോട്ട് വരുന്നത്.